നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുകയാണ് ഗംഗാവലി പുഴയിൽ. ഇപ്പോൾ ഇതാ അതിനിർണായകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടെത്തി. ലോറി ഉടമ മനാഫാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടെത്തി എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹമാണ് മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. 4 കഷ്ണം തടി കണ്ടെത്തിയതായി അദ്ദേഹം പറഞ്ഞു. 12 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ ഒരു തടി കണ്ടെത്തിയതെന്നും മനാഫ് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അതിനിർണായകമായ ഒരു വിവരം തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ അർജുൻ അരികിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഏവരും ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോറിയിൽ തടികൾ കെട്ടിവെച്ചിരുന്നു എന്ന് കരുതുന്ന കയർ മണ്ണിന് പുറത്ത് കാണുന്നുണ്ടായിരുന്നു. അർജുൻ അതിന്റെ അടിയിൽ ഉണ്ട് എന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തിരച്ചിൽ സംഘം നടത്തിയത്. അതേസമയം ട്രക്കിന്റെ കൃത്യമായ പൊസിഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള ഐബോർഡ് പരിശോധന പുരോഗമിക്കുകയാണ്. ഡ്രോൺ പരിശോധനയിലൂടെ ട്രക്കിന്റെ കൃത്യമായ പൊസിഷൻ കിട്ടും. പക്ഷെ അതിന് 2 മണിക്കൂറോളം വേണ്ടി വരും. എന്നാൽ ട്രക്കിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് ഐബോർഡിന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഈ ദൗത്യ സംഘം യോഗം ചേരുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത നീക്കം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു സംഘം യോഗം ചേരുകയാണ്. ഗംഗാവലി നദിയിൽ പുതഞ്ഞ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ദൗത്യം ഏറ്റവും അതിനിർണായകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നദിയോട് ചേർന്ന് ഡ്രോൺ പറത്തിയാണ് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഴയ്ക്കടിയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനാകില്ല എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അഥവാ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ദൗത്യം വീണ്ടും നീളും. അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ പുഴയിൽ രാവിലെ തന്നെ പരിശോധന തുടങ്ങിയിരുന്നു. പരിശോധന നടത്തിയതാണ്. പക്ഷേ ശക്തമായ അടിയൊഴുക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് കാരണം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. 3 ബോട്ടുകളിലായി 15 അംഗ നാവികസേന ഡൈവർമാരാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ദൗത്യത്തിന് തടസ്സമാണെന്ന് നാവികസേന അറിയിച്ചിരുന്നു. സ്റ്റീൽ ഹുക്ക് താഴേക്കിട്ട് ലോറിയിൽ കൊളുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് പുഴയിലുള്ളത്. നദിയുടെ അടിത്തട്ടിലേക്ക് സ്റ്റീൽ ഹുക്കുകൾ എത്തിക്കാൻ പോലും ശക്തമായ അടിയൊഴുക്ക് കാരണം പറ്റിയില്ല എന്നതും കനത്ത വെല്ലുവിളി പ്രതിസന്ധി തന്നെയായിരുന്നു. അത്യാധുനിക സ്കാനറാണ് ഡ്രോണിലുള്ളത്. 2.4 കിലോമീറ്റർ ദൂരം വരെ പരിശോധിക്കാൻ ഇതിലൂടെ സാധിക്കും. മാത്രമല്ല അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ്പ് ഡൈവേഴ്സ് എത്തിയത് വളരെ ആശ്വാസകരം തന്നെയാണ്. ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേനാംഗങ്ങൾ സ്ഥലത്ത് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടയിൽ ഒരു ഉച്ചയോടെ ഈ ഒരു സമയമൊക്കെ അടുപ്പിച്ചാണ് 4 തടിക്കഷ്ണങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നൊരു വിവരം പുറത്തു വരുന്നത്. ഇന്ന് തന്നെ ശുഭകരമായ വാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഏവരും ആയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.